ഭാഗം 10. അടുത്ത ലക്ഷ്യം ഇടുക്കി ഡാമിന് 10 കിലോമീറ്റർ അപ്പുറമുള്ള കൽവാരി മൗണ്ട് വ്യൂ ആയിരുന്നു. കൽവാരി മൗണ്ടെയിൻ വാലി ഓഫ് വണ്ടേഴ്സ് ഇക്കോ ടൂറിസം എന്നാണ് ലൊക്കേഷന്റെ പേര് എഴുതിയിരിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ അടുത്ത് ആരുമില്ല എന്ന സങ്കടമൊക്കെ അവിടെ എത്തിയപ്പോൾ മാറി. നല്ല തിരക്കായിരുന്നു. എന്താ ഈ കുന്നുംപുറത്ത് കാണാനുള്ളത്? ചെറിയ ഒരു മണ്ണിന്റെ കുന്നാണല്ലോ എന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷേ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച, ഇന്ത്യയിലെ കേരളം എന്ന ചെറിയൊരു സ്ഥലത്ത് ഇത്രയും മനോഹരമായി പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുതമുണ്ട് എന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിമനോഹരമായ കാഴ്ച. ഡാമിലെ വെള്ളം ഡാമിലെ കുന്നുകൾക്കിടയിൽ പരന്നു കിടക്കുന്ന കാഴ്ച, ആകാശത്ത് നിന്നും കാണുന്ന പോലെ ഒരു അനുഭവം. നമ്മൾ ഒരു ഡ്രോണായി സ്വയം മാറുന്ന പോലെ. മൗണ്ടിന്റെ ഒരറ്റം വരെ പോയി അവിടെ നിന്നും താഴോട്ട് വെള്ളത്തിന്റെ അടുത്ത് വരെ എത്താം. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്! ഇതൊന്നും കാണാതെ കേരളത്തിൽ ജീവിച്ചു തീർക്കരുത്. മേഘങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും പുലർച്ചെ പോയി കഴിഞ്ഞാൽ. മഞ്ഞുകാലത്താണെങ്കിൽ എല്ലാ സമയവും മേഘങ്ങൾ താഴെ നിൽക്കുന്നത് കാണാൻ കഴിയും. ചെറിയ കോടമഞ്ഞും തെളിഞ്ഞ വെള്ളവും മനോഹരമായ പ്രകൃതി. ഇടുക്കിയുടെ ഏറ്റവും മനോഹരമായ ചിത്രം. അവിടെ വെച്ച് ഒരു മാഡത്തിനെ പരിചയപ്പെട്ടു, ഒരു റിട്ടയർഡ് ടീച്ചർ. അവർ പലതവണ കൽവാരി മൗണ്ട് കാണാൻ വന്നിട്ടുണ്ട് എന്ന്. കാരണം ഓരോ സമയവും കൽവാരിയിൽ ഓരോ തരത്തിലുള്ള പ്രകൃതിയെ നമുക്ക് കാണാം. പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇടുക്കിയെ പറ്റി ഒന്നേ പറയാനുള്ളൂ: അതിസുന്ദരം, അതിസുന്ദരം, അതിസുന്ദരം. കൽവാരി മൗണ്ടിൽ ഒരു വശത്തു നിന്നും ഇടുക്കി ഡാം തൊട്ട് അയ്യപ്പൻ കോവിൽ വരെ കാണാൻ കഴിയും. മറ്റൊരു വശത്തു നിന്നും കാമാക്ഷി മരിയാപുരം ഗ്രാമങ്ങളുടെ കാഴ്ചയും കാണാൻ കഴിയും. തൊടുപുഴ പുളിയന്മല ഹൈവേയിൽ തങ്കമണി ജംഗ്ഷനിൽ ആണ് കൽവാരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുരുളി ടണൽ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നല്ല യാത്രാക്ഷീണം എല്ലാം കൊണ്ടും അന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി ഇടുക്കിയിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇടുക്കി കണ്ടു കഴിഞ്ഞിട്ടില്ല.